സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളിൽ ബാക്കിയുള്ളവരെ തികച്ചും അജ്ഞാതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രയേൽ ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ വിശേഷിപ്പിക്കുന്നത് ഡെഡ് മാൻ വാക്കിംഗ് എന്നാണ്. മരിച്ച മനുഷ്യൻ നടക്കുന്നു എന്നാണ്. അതായത് ഇസ്രയേൽ പറയുന്നത് ഇറാനിൽ ഒരാളെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയി അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്നാണ് അർത്ഥം എന്നാണ് ഇസ്രായേൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ അപ്പോയിന്റ് ചെയ്യുന്ന ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ഒക്കെ തങ്ങൾ ടാർഗറ്റ് ചെയ്യുകയും കൊന്നൊടുക്കുകയും ചെയ്യും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇറാൻ അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 15 പേരെ, ഏകദേശം 100 ആളുകളാണ് ഇപ്പോൾ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നതായി പറയപ്പെടുന്നത്. അതിൽ 15 പേരെ തീർത്തും അജ്ഞാതമായ സ്ഥലങ്ങളിലേക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അപ്പൊ ഇതിൽ ഈ 15 പേരെന്ന് പറയുന്നത് മിക്കവാറും ആളുകളൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഒക്കെയാണ്. അപ്പൊ അവരുടെ ആ സ്ഥാനം അത് ഒഴിവാക്കി ആ പ്രൊഫസർഷിപ്പിന് വേറെ ആളുകളെ അപ്പോയിന്റ് ചെയ്ത് ന്യൂക്ലിയർ റിസർച്ചുമായി ബന്ധമില്ലാത്ത ആളുകളെ ആ സ്ഥാനങ്ങളിലേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവരെ എക്സ്ക്ലൂസീവ്ലി ഫോർ ന്യൂക്ലിയർ റിസർച്ചിലേക്ക് മാറ്റിക്കൊണ്ട് അവരെ തീർത്തും അജ്ഞാതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. കൂടാതെ ഇപ്പോൾ ടെഹ്റാൻ പിന്തുടരുന്ന ഒരു മെത്തേഡ്, ഒരു സയന്റിസ്റ്റ് മാത്രമായി ഒരു കാര്യം നോക്കാതെ 2 പേരെ ഒന്നിച്ച് ഒരേ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ കൊല്ലപ്പെട്ടാൽ തന്നെയും മറ്റേ ആൾക്ക് ആ കാര്യം പൂർണ്ണമായും അറിയുന്നത് കൊണ്ട് അയാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കഴിഞ്ഞ തവണ ഇവര് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ കൊന്നൊടുക്കിയപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടത് വാർഹെഡ് ഡിസൈനിങ് ഏരിയയിലും ഡെലിവറി സിസ്റ്റങ്ങളിലും ഉള്ള എക്സ്പെർട്ടുകളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പം ഇസ്രായേൽ പ്രധാനമായിട്ടും അന്ന് ലക്ഷ്യം വെച്ചത് ഈ വാർഹെഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബിന്റെ ക്രിട്ടിക്കൽ മാസിന് താഴെയുള്ള 2 പീസുകളായിട്ടാണ് ഒരു ന്യൂക്ലിയർ ബോംബ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ന്യൂക്ലിയർ ബോംബ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത്, അത് ഏത് സമയത്താണ് കൂട്ടിയോജിപ്പിക്കേണ്ടത്, ഇത്തരം വളരെ ഇറ്റ്സ് എൻ എലാബറേറ്റ് പ്രോസസ്. അതൊരു എളുപ്പമുള്ള സംഗതിയല്ല. ഒരു ന്യൂക്ലിയർ ബോംബ് ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ഥലത്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, അത് ഇഫക്റ്റീവായി പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മിസൈൽ ഘടിപ്പിച്ച ഒരു എക്സ്പ്ലോസീവ് പൊട്ടിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയില്ല. അതിന് സ്പെഷ്യൽ ടെക്നിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ ടെക്നിക്ക് ആവശ്യമുള്ള വാർഹെഡ് ഡിസൈൻ ചെയ്യുന്നവരും അതിന് ഡെലിവറി സിസ്റ്റം കൈകാര്യം ചെയ്തരും അങ്ങനെയുള്ള ആ 2 കാറ്റഗറിയിൽ പെടുന്ന സയന്റിസ്റ്റുകളാണ് പ്രധാനമായും കൊല്ലപ്പെട്ടതും ഇപ്പോൾ അവർക്ക് ആളില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളതും. അപ്പൊ ഇതിന്റെ പല പല സെക്ഷൻസ് ഉണ്ട്. ഓരോരോ സെക്ഷൻസിനും സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പൊ അതാത് സ്പെഷ്യലിസ്റ്റുകൾ അതാത് സെക്ഷനാണ് നോക്കുക. അപ്പൊ ഒരാൾ നശിച്ചു പോയാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അയാളെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാള് വേണം എന്ന ധാരണയിൽ ഇപ്പോൾ എല്ലാത്തിനും ഏത് സയന്റിസ്റ്റിനും ഒരു ഡെപ്യൂട്ടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അവർ സയന്റിസ്റ്റുകളെ വെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലൂടെ ഇറാനിലെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻസ് ഏറ്റവും മോശമായ സാഹചര്യങ്ങളോട് കടന്നു പോവുകയാണ്. ആവറേജ് ടെമ്പറേച്ചർ 50 ഡിഗ്രിക്ക് മേലെയാണ്. പവർ കട്ട് എല്ലാ ദിവസവും 7 മണിക്കൂറും 8 മണിക്കൂറൊക്കെ പവർ കട്ടാണ്. വെള്ളം കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ ജനം അങ്ങേയറ്റം വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട റീസൺ അവര് പവറിന് വേണ്ടി പ്രധാനമായും ആശ്രയിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസിനെയാണ്. ഇറാനിൽ ഇഷ്ടംപോലെ ഫോസിൽ ഫ്യൂവൽ ഉണ്ട്. പക്ഷെ ഫോസിൽ ഫ്യൂവലില് അതുപയോഗിച്ച് പ്രവർത്തിക്കേണ്ട തെർമൽ പവർ സ്റ്റേഷനുകളിൽ അതിനാവശ്യമായ മെഷീനറികളില്ല. ഈ ബാൻ ഉള്ളത് കൊണ്ട് അവർക്ക് അമേരിക്ക ബാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ പവർ പ്രൊഡക്ഷൻ മേഖലയെ അത് വളരെ ഗൗരവതരമായി ബാധിച്ചിരിക്കുന്നതുകൊണ്ട് പകൽ സമയത്ത് 8 മണിക്കൂറൊക്കെയാണ് പവർ കട്ട്. 8 മണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ടോളറേറ്റഡ് ബിക്കോസ് ടെമ്പറേച്ചർ ഈസ് അബവ് 50 ഡിഗ്രി. 50 ഡിഗ്രിക്ക് വരെ മനുഷ്യർക്ക് ജീവിക്കാനാവില്ല. അപ്പൊ ആളുകൾ പവർ കിട്ടുന്ന സമയത്ത് അതുപയോഗിച്ച് ഐസൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയത്ത് ചാക്കിനകത്ത് ഐസ് കെട്ടി വെച്ചിട്ടൊക്കെയാണ് ഇപ്പൊ മുറികൾ താമസിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വെള്ളം ക്യാൻ കണക്കിന് അളവ് മാത്രമാണ് കൊടുക്കുന്നത്. അതൊരു തരത്തിലും അവരുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല. അപ്പൊ ഈ അവസരം മുതലാക്കിക്കൊണ്ട് നെതന്യാഹു ഇന്നലെ ഇറാനിലെ ആളുകൾക്ക് വേണ്ടി ഒരു ടെലിവിഷൻ പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷേപണത്തിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആയത്തുള്ള ഖമനേയിയെ നിങ്ങൾ സ്ഥാനഭ്രഷ്ടനാക്കുക. ഖമനേയിയെ നിങ്ങൾ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടാനുള്ള ഒന്നാന്തരം ടെക്നോളജി, ലോകത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇസ്രായേൽ ടെക്നോളജി നിങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങൾ ലഭ്യമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം, ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏറ്റവും സമൃദ്ധമായി വെള്ളം ലഭിക്കുന്ന രാജ്യങ്ങളിലുള്ളതുപോലെ നിങ്ങൾക്ക് വെള്ളം ലഭിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഖമനേയി എന്ന് പറഞ്ഞ് ഭീകരനെ നിങ്ങൾ പുറത്താക്കി തന്നാൽ മതി. അതിനിടയിലൂടെ അമേരിക്കയിലെ
CIA അവര് ഈ ഖമനേയുടെ ട്രാക്കുകൾ ട്രേസ് ചെയ്തിട്ട് അവര് പറയുന്നത് ഇദ്ദേഹം ബില്ലാദിനേക്കാൾ വലിയ ഭീകരനാണ് എന്നുള്ളതാണ്. അപ്പൊ അവർ പറയുന്നത് ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭീകര സംഘടനകളുമായിട്ടും ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ് ഖമനേയി എന്നാണ് അവർ പറയുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും അദ്ദേഹത്തിന് ഭീകര പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്ത ദാവൂദ് ഇബ്രാഹിം ഗ്രൂപ്പുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഇതുപോലെ അമേരിക്കയിലുള്ള അധോലോക ബന്ധങ്ങളുമായും എല്ലാം അദ്ദേഹത്തിന് ഡയറക്ട് റിലേഷൻസ് ഉണ്ട് എന്നതിന്റെ പ്രൂഫുകൾ അടങ്ങുന്ന രേഖകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ ഖമനേയി എന്ന് പറയുന്നത്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഖമനേയി എന്ന് പറയുന്നതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ്. അദ്ദേഹം എല്ലാ ഭീകര പ്രവർത്തനങ്ങളും, ലോകത്തിലെ പ്രധാനപ്പെട്ട ഭീകര പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. അത്തരം ആളുകളെ ഉപയോഗിക്കുന്ന ആളുമാണ്. ഭീകര പ്രവർത്തനത്തിന് വേണ്ടി അത്തരം ആളുകളെ ഉപയോഗിക്കുന്ന ആളുമാണ്. ഈ പറയുന്ന ഹിസ്ബുള്ളയോ ഹമാസോ അല്ലെങ്കിൽ ലഷ്കർ-ഇ അങ്ങനെയുള്ള അവരുടെ ഈ കാറ്റഗറിയിൽ നമ്മൾ ഈ മുൻനിരയിൽ കാണുന്ന ഭീകരപ്രവർത്തകർ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കൈപ്പിടിയിലുള്ളത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൈയെത്തും ദൂരത്തുള്ളത്. ലോകത്തിലുള്ള എല്ലാ ഭീകര സംഘടനകളുമായും ബന്ധമുള്ള ആളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നെതന്യാഹു പറയുന്നു കഴിഞ്ഞ യുദ്ധം കൊണ്ട് ഇവരുടെ യുറേനിയത്തിന്റെ കേപ്പബിലിറ്റി പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ല. അത് അപ്പോൾ തന്നെ ഇറാൻ പറയുന്നു ഇസ്രായേൽ ഒരു സഡൻ വാറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഒരു ഭയം ഇറാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. US വാർഷിപ്പുകളെ ഇറാന്റെ അടുത്തുള്ള ഗൾഫ് ഉൾക്കടലിൽ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തുവിടുന്നുണ്ട്. അമേരിക്ക അത് ശരിയെന്നോ തെറ്റെന്നോ പറഞ്ഞിട്ടില്ല. അപ്പം വളരെ ഹെവി ആയിട്ടുള്ള അമേരിക്കൻ നേവൽ പ്രസൻസ് പേർഷ്യൻ സീയിലുണ്ട് എന്നാണ്, പേർഷ്യൻ ഗൾഫിലുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കൂടാതെ ഒരു സഡൻ വാറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇസ്രായേല് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നും ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇറാൻ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ എലാബറേറ്റ് ആയിട്ടൊരു യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്നും അമേരിക്ക ഇറാഖിൽ പോയി കുടുങ്ങിയതുപോലെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇത് വലിച്ചിഴക്കപ്പെടുമെന്നും ഇറാൻ തന്നെ അവകാശപ്പെടുന്നു. കൂടാതെ ഇന്റർനാഷണൽ വാർ എക്സ്പേർട്സും പറയുന്നുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് 2025 അവസാനിക്കുന്നതിന് മുൻപ് ഒന്നുകിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ഇത് രണ്ടിലൊന്നും സംഭവിക്കുമെന്നാണ് വാർ എക്സ്പേർട്ടുകൾ പറയുന്നത്. അത് ഈ ഓഗസ്റ്റ് മുതൽ, ഈ മാസം മുതൽ ഈ കൊല്ലത്തിന്റെ അവസാനം വരെയുള്ള ആ കാലഘട്ടത്തിൽ, അപ്പൊ ഇത് 8ാം മാസമാണ്. അതായത് ഈ 4 മാസത്തിനിടയിൽ ഏത് നിമിഷവും ഇറാനും ഇസ്രായേലും തമ്മിലൊരു കോൺഫ്ലിക്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് ഇന്റർനാഷണൽ വാർ എക്സ്പേർട്ടുകൾ പറയുന്നത്. അത് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കുമോ, ഇറാനാണോ ഇങ്ങോട്ട് ആക്രമിക്കും, ഇതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നിശ്ചയമായും ഒരു ആക്രമണം ഉണ്ടാവുമെന്നാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്നും ആ യുദ്ധത്തിൽ അമേരിക്ക കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഒരു ലോങ് വാറായി തീരാനുള്ള സാധ്യതയുണ്ടെന്നും നേരത്തെ ചെയ്തതുപോലെ 12 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു യുദ്ധമായിരിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് അവസാനിക്കുന്ന ഒരു യുദ്ധമായിരിക്കുകയില്ല അതെന്നുമാണ് വാർ എക്സ്പേർട്ടുകൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിനിടയിലൂടെ അർമേനിയ അസർബൈജാൻ വളരെ ദീർഘകാലമായിട്ട് അവർ തമ്മിൽ യുദ്ധത്തിലും അല്ലെങ്കിൽ സെമി യുദ്ധത്തിലുമൊക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അതൊരു നഗോർണോ കാരബാഗ് റീജിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ചൊല്ലിയായിരുന്നു അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നത്. ഈ അർമേനിയയും അസർബൈജാനും ഒക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USSRന്റെ ഭാഗമായിരുന്നു. 1990 USSR ഛിന്നഭിന്നമായപ്പോൾ അർമേനിയയും അസർബൈജാനും ഒക്കെ സ്വതന്ത്രമായി. അസർബൈജാൻ ഈസ് ബേസിക്കലി മുസ്ലിം, അർമേനിയ ഈസ് ബേസിക്കലി ക്രിസ്ത്യൻ. പൂർണ്ണമായും ക്രിസ്ത്യൻസ് ആണ് അർമേനിയയിലുള്ളത്, അസർബൈജാനിൽ പൂർണ്ണമായും മുസ്ലിംസുമാണുള്ളത്. അപ്പം ഈ അസർബൈജാനിൽ പെടുന്ന നഗോർണോ കാരബാഗ് റീജിയനിൽ പ്രധാനമായിട്ടും അർമീനിയൻ വംശജരാണ് ജീവിച്ചിരുന്നത്. അപ്പൊ ആ പ്രദേശത്തിന് വേണ്ടി അർമേനിയയും അസർബൈജാനും തമ്മിൽ ദീർഘകാലമായി യുദ്ധത്തിലായിരുന്നു. അപ്പൊ ആ യുദ്ധത്തിന് ട്രംപിന്റെ മീഡിയേറ്റർഷിപ്പിൽ യൂറോപ്പ് കുറെ കാലമായിട്ട് അതിന് മീഡിയേറ്റർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം ട്രംപിന്റെ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് ഒരു പാക്റ്റിലെത്തുകയും അവരെ രണ്ടുപേരും സമാധാന കരാറിൽ ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ സമാധാന കരാറിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായിട്ട് നഗോർണോ കാരബാഗ് റീജിയന്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും അസർബൈജാൻ റിപ്പബ്ലിക്കിനോട് ചേർക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു ഭാഗം അർമേനിയക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഈ അസർബൈജാനിൽ നാക്ചിവാൻ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, നാക്ചിവാൻ. അപ്പം ഈ പണ്ട് ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പാകിസ്ഥാനും ഇപ്പോഴുള്ള ബംഗ്ലാദേശും ചേരുന്നതായിരുന്നു.
അപ്പൊ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെ ഇടയ്ക്ക് ഇന്ത്യ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിൽ, ഈ രാജ്യത്തിന്റെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി മാറി. അതുപോലെയല്ല ഇത്. ഈ നാക്ഷിവാൻ എന്ന് പറയുന്ന റീജിയൻ അസർബൈജാൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമാണ്. പക്ഷെ അത് അർമേനിയയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ അസർബൈജാനും നാക്ഷിവാനും കിടക്കുന്നത്. നാക്ഷിവാൻ ഈസ് ഓൾസോ മുസ്ലിം. അപ്പം ഇടയിൽ അർമേനിയ കിടക്കുന്നു, ഒരു ഭാഗത്ത് നാക്ഷിവാൻ കിടക്കുന്നു, ഇപ്പുറത്ത് അസർബൈജാൻ കിടക്കുന്നു. അപ്പം ഈ നാക്ഷിവാനിലേക്ക് അസർബൈജാന് ഡയറക്റ്റ് ആക്സസ് ഇല്ല. അർമേനിയയിലൂടെ മാത്രമേ ആക്സസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് വേറെ ഇറാനിലൂടെ ഒക്കെ കയറി വരണം. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നേരിട്ട് അർമേനിയയിലൂടെ ഒരു കോറിഡോർ, അത് അമേരിക്കയാണ് ആ കോറിഡോർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ നാക്ഷിവാനും അസർബൈജാനും തമ്മിലുള്ള ഒരു കോറിഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ സമാധാന കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ കോറിഡോർ 99 വർഷത്തേക്ക് കൈകാര്യം ചെയ്യുവാൻ, അതിന്റെ പ്രൊട്ടക്ഷനും അതിന്റെ ചുമതലയും അതിന്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുക്കാൻ അമേരിക്കയെ അനുവദിച്ചുകൊണ്ടാണ് ഈ കരാർ ഫോം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രദേശം അസർബൈജാന്റെയും അർമേനിയയുടെയും തെക്ക് ഭാഗത്ത് വളരെ കാര്യമായ ഒരു അമേരിക്കൻ പ്രസൻസ് വരുന്നു എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇതിനകത്തുള്ള വലിയ താല്പര്യം. അപ്പൊ അത് ഇറാന്റെ ബോർഡറിലാണ് ഇവർ വന്ന് കിടക്കുന്നത്. ഇറാന്റെ ബോർഡറിനോട് ചേർന്ന വലിയ ഒരു അമേരിക്കൻ പ്രസൻസ് വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ഇപ്പോഴത്തെ പരമാധികാരി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അലി അക്ബർ വിലായതി, ഇദ്ദേഹം ഖമനേയുടെ ഏറ്റവും തൊട്ടടുത്ത ആളാണ്. ഇപ്പൊ ഖമനേയ്ക്ക് പകരമായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഖമനേയുടെ റോള് ഇപ്പോൾ അഭിനയിക്കുന്നതും അലി അക്ബർ വിലായതിയാണ്. ഇത് ദീർഘകാലമായിട്ട് ഖമനേയുടെ ഏറ്റവും അടുത്ത എയ്ഡായിരുന്നു. ഇപ്പോൾ ഖമനേയ്ക്ക് വയ്യാതാവുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ അവസാന തീരുമാനങ്ങൾ എടുക്കുന്ന ആള് അലി അക്ബർ വിലായതിയാണ്. അദ്ദേഹം നേരിട്ട് തന്നെ ഈ നാക്ഷിവാൻ റീജിയനിലെ അസർബൈജാൻ ടു നാക്ഷിവാൻ എന്നുള്ള കോറിഡോർ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്ക എത്തിയാൽ തങ്ങൾ അതിനെ ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കും, അമേരിക്കയെ തങ്ങൾ നേരിടും എന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ പ്രഖ്യാപനവും ഒരുപക്ഷെ ഈ ഇറാൻ ആക്രമിക്കപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് യുദ്ധവിദഗ്ധന്മാർ പറയുന്നത്.